Assalamualaikum. Hi friends, welcome back to Nokeju. ഞാൻ ആസിൽ. അപ്പോൾ നമുക്കറിയാം കോവിഡ് പ്രതിസന്ധി മൂലം വിദ്യാർത്ഥികളുടെയൊക്കെ ക്ലാസ്, അതായത് എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഓൺലൈൻ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം എല്ലാവർക്കും ടീച്ചർ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ് ലൈവായിട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനോ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിദ്യാർത്ഥികൾക്കും അതുപോലെ ഓൺലൈൻ ക്ലാസ് കണ്ട് ടോപ്പിക്സ് മനസ്സിലാകാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അവർക്ക് മാത്രമല്ല പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ മാത്രമല്ല, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എടുത്തുതരാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ആൻഡ് പോയിന്റർ എന്നുള്ള ചാപ്റ്ററാണ്. സോ വീഡിയോ മാക്സിമം 10 മിനിറ്റിന് താഴെ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലും നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് കോൺസെപ്റ്റ് പറഞ്ഞുതരാൻ പറ്റും അത്ര ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഓൺലൈൻ ക്ലാസ് മനസ്സിലാകാത്ത വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളും ഈ ചാനലിൽ വരുന്ന വീഡിയോസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഇത് ഉപകാരപ്രദമാവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നാണ്. സോ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്താണ്? ഈ രണ്ട് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പഠിക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഫോക്കസ്ഡായി പഠിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പ്ലസ് 1 ഒരു 5 ബേസിക് ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട് C++. ഏതൊക്കെയാണ്? ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, വോയിഡ്, ഡബിൾ. ഈ 5 ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ഈ ഡാറ്റ ടൈപ്സ് ഒക്കെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത ഡാറ്റ ഏത് ടൈപ്പ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഇന്റ് എന്നാണ് ഒരു ഡാറ്റ ടൈപ്പ് എന്നുണ്ടെങ്കിൽ അതിലുള്ള നമ്പേഴ്സ് മൊത്തം ഇന്റിജേഴ്സ് ആണ് എന്നാണ് അർത്ഥം. ഫ്ലോട്ട് എന്നാണെങ്കിൽ അതിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് പോയിന്റ് നമ്പേഴ്സ് ആണ്. ക്യാർ എന്ന് പറഞ്ഞാൽ അതിലുള്ള എലമെന്റ്സ് ലെറ്റേഴ്സ് ആണെന്ന് അർത്ഥം. സോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. അപ്പൊ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഡാറ്റ, എൻറ്റർ ചെയ്ത ഡാറ്റ ഏത് ടൈപ്പാണ്, ഇന്റിജർ ആണോ, പോയിന്റ് ഉള്ള നമ്പർ ആണോ, അതോ ലെറ്റർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതിൽ മൊത്തം 5 ഡാറ്റ ടൈപ്സ് ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ പുതിയതായിട്ട് ആരും അധികം ഡാറ്റ ടൈപ്സ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊരു ലാംഗ്വേജിലും എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ നമ്പേഴ്സ് മാത്രമുള്ള ഒരു ഡാറ്റ ടൈപ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്റ് എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കും. പക്ഷെ നമ്പറും അതേപോലെ ലെറ്ററും മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡാറ്റ അത് എൻറ്റർ ചെയ്യണമെങ്കിൽ ഞാൻ ഏത് ഡാറ്റ ടൈപ്പ് കൊടുക്കുക? എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ യൂസറായ നമുക്ക് പുതിയൊരു ഡാറ്റ ടൈപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ യൂസർ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. സോ ഈ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി, കോൺസെപ്റ്റിന്റെ ഉള്ളിലേക്കൊന്നും പോകണ്ട. യൂസർ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അപ്പോ അത്തരത്തിൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. എന്തിനാണെന്ന് അറിയോ? സ്ട്രക്ചറിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം സ്ട്രക്ചറിൽ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പുള്ള ഡാറ്റയും നമുക്ക് മിക്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് നമ്പറും ലെറ്റേഴ്സും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ആ മറ്റ് ബേസിക് ഡാറ്റ ടൈപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ, ഇന്റ് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്റ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ എന്നാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റയെ എനിക്ക് ഒരു നെയിമിൽ ഒരു പേര് ഉപയോഗിച്ച് എനിക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയുള്ളൂ ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ പോർഷൻസിന്റെ, അതായത് ഈ ഷോർട്ട് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ലിങ്ക് ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഷോർട്ട് നോട്ട്സ് വായിക്കുമ്പോൾ സുഖമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ സ്ട്രക്ചർ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക. നമുക്ക് സ്ക്രീനിൽ ഒരു കുട്ടിയുടെ ID കാർഡും അതുപോലെ ഇപ്പുറത്തെ ഒരു ടേബിളുമാണ് തന്നിട്ടുള്ളത്. ആ ടേബിളിൽ ഡാറ്റ എന്നും C++ ഡാറ്റ ടൈപ്പ് എന്നുമുള്ള 2 കോളം ഉണ്ട്. സോ ആ കുട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ സ്റ്റുഡന്റ് ID, സ്റ്റുഡന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, അഡ്രസ് എന്ന കോളം നമുക്ക് കാണാം.
സോ അതിന് നേരെ ഓരോ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റുഡന്റ് ഐ ഡി എന്ന് പറയുന്നത് ഒരു ഇന്റ് ഡാറ്റ ടൈപ്പാണ്, കാരണം അതിൽ ഫുള്ളും ഇന്റിജേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ സ്റ്റുഡന്റ് നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയിട്ട് വരും. ബ്ലഡ് ഗ്രൂപ്പും ക്യാരക്ടർ ആയി പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതില് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന കോളം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അതിൽ 20-2-1997 1997 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആ കോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയും അപ്പൊ ഇത് ഇന്റ് ഡാറ്റ ടൈപ്പായി കൊടുക്കാം, കാരണം ഇതിൽ ഫുള്ളും ഇന്റിജേഴ്സ് ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കാരണം ഡേറ്റ് ഓഫ് ബർത്ത് 20-2-1997 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 20 ആ 2-ന് പകരം ഫെബ്രുവരി എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെ? നിങ്ങൾ പല സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുണ്ടാവും, 20 ഫെബ്രുവരി 1997 എന്ന് എഴുതുന്നത്. സോ ആ ഫോർമാറ്റ് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്യാരക്ടറും വരും, അതുപോലെ ഇന്റിജേഴ്സും മിക്സ് ആയി വന്നു. അപ്പൊ നമുക്ക് അവിടെ ക്യാർ ഡാറ്റ ടൈപ്പ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അതുപോലെ ആ അഡ്രസ്സിന്റെ കോളം ശ്രദ്ധിക്കുക. അഡ്രസ് എന്ന് പറയുമ്പോൾ അവിടെ പേര്, അതുപോലെ വീട്ടുപേര്, അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിൻ എന്ന് വരുന്നുണ്ട്. സോ പിൻകോഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്റിജർ ആണ്, അതിന് മുന്നേ എഴുതിയതെല്ലാം ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകൾ, അതായത് ഒന്ന് ഇന്റ് ഒന്ന് ക്യാർ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. ഇപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്, അതായത് നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. ഡിഫറെന്റ് ഡാറ്റ ടൈപ്സിലുള്ള ഒരു ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിന് ഒരു കോമൺ ഒരു നെയിം ഉണ്ടാവുള്ളൂ, ആ ഒരു നെയിമിൽ തന്നെ എല്ലാ ഡാറ്റാസും നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ നമുക്ക് കോൺസെപ്റ്റ് ഞാൻ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ഇൻട്രോ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും കുറച്ച് ചെറിയ കാര്യം പറയുന്നത്. സ്ട്രക്ചറിൽ നമുക്ക് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ വേരിയബിൾ എന്താണ്, അതിൽ ചെറിയ 2-3 ഓപ്പറേറ്റർ ഒക്കെ പഠിക്കാനുണ്ട്. സോ അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത്ര നേരം ഇത് പറഞ്ഞു തന്നത്. അപ്പോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആക്കി വെക്കുക. അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ കമന്റ്സും എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലും ഉണ്ടാവും, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് മനസ്സിലാകാത്ത നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ മാക്സിമം ചാനൽ ഷെയർ ചെയ്തുകൊണ്ട് അവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പൊ പുതിയ വീഡിയോയുമായി അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കുമായി അടുത്ത പാർട്ടുമായി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.